ആശാനെ എന്ത് സംഭവിച്ചേ? ആ പെണ്ണ് പാമ്പായി മാറിയടാ. പാമ്പോ? അതേടാ, ഈ ഘട്ടത്തില് നമുക്ക് ഇവിടെ നോടി രക്ഷപ്പെടാൻ എനിക്ക് പേടിയാവുന്നു. ആശാനെ അവിടെ നമ്മളെ വെറുതെ വിടുന്നു തോന്നില്ല. ആശാനെ ഓടിക്കോ. ആശാനെ വേഗം ഇങ്ങോട്ട് അവള് വരൂലെന്ന് തോന്നുന്നു. എടാ നമ്മളിനി എന്താ ചെയ്യാ? അപ്പോഴേ ഞാൻ പറഞ്ഞത് വേണ്ടത് പണിക്കോ നിക്കണ്ടത്. ഇനി എന്താ ആശാനെ നമ്മൾ ചെയ്യാ? ആശാനെ അവള് വന്നു. ഞങ്ങളൊന്നും ചെയ്യരുത്, ഞങ്ങളെ ഉപദ്രവിക്കരുത് പ്ലീസ്. ഞങ്ങളെ ഗതികേട് കൊണ്ട് ചെയ്തു പോയത്, ഞങ്ങളൊന്നും ചെയ്യരുത്. ഇല്ല വേണ്ട, ഞങ്ങൾക്കൊന്നും ചെയ്യണ്ട. ഞങ്ങളെ കൊല്ലാതെ വെറുതെ വിട്ടാ മാത്രം മതി. ഒരു തെറ്റ് പറ്റിപ്പോയി, ഞങ്ങളോട് ക്ഷമിക്കണം. അതെ, ഇനി ഞങ്ങളൊരു തെറ്റും ചെയ്തില്ല. ഞങ്ങൾ ഇനി നല്ല രീതിക്ക് ജീവിച്ചോളാം. കേട്ടു, ഞങ്ങൾ കേട്ടു. ഞങ്ങൾ വെറുതെ വിടണം. ഓടി രക്ഷപ്പെട്ടോടാ. സ്വർണവും പണവും മോഷ്ടിക്കാനുള്ള ധൈര്യമൊന്നും ആർക്കും ഉണ്ടാവില്ല. ഞാനൊന്ന് പോയി നോക്കട്ടെ. രാജേശ്വരി, നീ വിജയിച്ചടി. സ്വർണ്ണ പണമൊന്നും കൊണ്ടുപോയിട്ടില്ല. അതൊന്നും അറിയില്ല മോളെ. രാവിലെ നോക്കുമ്പോ അവള് വിടയില്ല. എങ്ങോട്ടാ പോയതാണോ അവ? ഇന്ന് സമയം ഒരുപാട് വൈകി. വേഗം പോവാൻ നോക്കട്ടെ. ഷോർട്ട് കട്ടിന് വേണ്ടി ഇതിലൂടെ വന്നതാ. വരണ്ടായിരുന്നു. മറ്റേ റോഡ് തന്നെയാണ് നല്ലത്. നല്ല കാട്. ഈ നന്ദിനിയിൽ എവിടെ നിൽക്കുന്നത്? അവിടെ അവിടെ നന്ദിനി, താനെന്താ എവിടെ? താനെങ്ങനെ ഈ കാടിന്റെ അടുത്തെത്തിയേ? താനെന്താ ടെൻഷനിലാണെന്ന് തോന്നുന്നു. വാ, വണ്ടി കയറ്. വാ കയറ്. അതൊക്കെ വേഗം നോക്കായിരുന്നു. പക്ഷെ അഭിമോന് കുറച്ചുകൂടെ സമയം വേണമെന്നല്ലേ പറയുന്നേ. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം, അതെന്റെ ആഗ്രഹം. അവൻ വരട്ടെ, അവനോട് ഞാൻ ചോദിക്കാം. എന്നാലും നന്ദിനി എവിടെ പോയി? ആന്റി, അവൾ എവിടെയെങ്കിലും പോട്ടെ. ശല്യം ഒഴിഞ്ഞു പോയി, അങ്ങനെ വിചാരിച്ചാ മതി. നന്ദിനി എവിടെയും പോയിട്ടില്ല. ഇവിടെ ജോലി ഉപേക്ഷിച്ച് പോയതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? അല്ലമ്മേ, അങ്ങനെയൊന്നല്ല. വേറെന്തോ ആണ് സംഭവിച്ചത്.
നന്ദിനി എന്ത് സംഭവിച്ച? രാജേശ്വരി എനിക്ക് എന്തെന്താ പേടിയുള്ള പോലെ. താൻ ചെല്ലി പോയി റെസ്റ്റ് എടുത്തോ. അമ്മേ നന്ദിനിക്ക് എന്തോ ഈ വീട്ടിൽ നിന്ന് പറ്റിയിട്ടുണ്ട്. അത് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അതൊന്നും എനിക്കറിയില്ല അമ്മേ, കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ശരി അമ്മേ. രാജേശ്വരി ആരാണെന്ന്